ഹായ് ഫ്രണ്ട്സ്, നെറ്റ് 2025 ഡിസംബർ സൈക്കിളിലെ ജനുവരി 2-ാം തീയതിയിലത്തെ പരീക്ഷയുടെ ആദ്യത്തെ ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട് പേപ്പർ 1 എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 31-ാം തീയതി നടന്ന ഫസ്റ്റ് ഷിഫ്റ്റിന്റെ പരീക്ഷയുടെ പേപ്പർ 1 അനാലിസിസ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അധികം ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള പേപ്പർ 1 തന്നെയാണ്. ഞാൻ പേപ്പർ 1നെ കുറിച്ചാണ് പറയുന്നത്. പേപ്പർ 1 തന്നെയാണ് ഇത്തവണത്തെയും ഈ ജനുവരി 2-ാം തീയതി നടന്ന പരീക്ഷയുടെ അനാലിസിസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഡയറക്റ്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കുഴപ്പിക്കുന്നതോ അപ്രതീക്ഷിതമായിട്ടുള്ളതോ ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും അധികം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളുടെ ഫീഡ്ബാക്ക്. പ്രധാനമായിട്ടും ഈ പറഞ്ഞ NEP 2020 നിന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇന്ത്യൻ ലോജിക്ക് കുറെ ചോദ്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് DI നിന്നുള്ള ക്വസ്റ്റ്യൻസ്, DI ഒക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ടൈപ്പ് ഒക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള നമുക്ക് ചെയ്താൽ കിട്ടുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത് എന്നുള്ളതാണ് കുട്ടികൾ നമ്മളോട് പറഞ്ഞത്. കൂടാതെ ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ബേസ് ചെയ്തിട്ടുള്ള ഈ ബ്ലൂംസ് ടാക്സോണമിന്നും അതുപോലെ തന്നെ കൊഗ്നിറ്റീവ് ആൻഡ് എഫക്റ്റീവ് ഡൊമൈൻസ്, അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലുണ്ടായിരുന്നു. ദെൻ സ്വയം അതുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ലോഞ്ചിയർ, സ്വയത്തിന്റെ ലോഞ്ചിയർ എന്നാണ് എന്നുള്ള 2017 എന്നാണെന്നുള്ള അത്തരം ചോദ്യങ്ങളും ഈ തവണത്തെ പേപ്പർ 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ സ്വയം പ്രഭയൊക്കെ നമ്മൾ യൂഷ്വലി കാണുന്ന ചോദ്യങ്ങൾ തന്നെയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് തന്നെ ഇത്തവണത്തെ ചോദ്യ പേപ്പറിലും അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് പഠിക്കാനായിട്ട് പറ്റും. ദെൻ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ഈ വാലിഡിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ പാരാമെട്രിക് സാമ്പിളിങ്ങിന്റെ പാരാമെട്രിക് ടെക്നിക്സ്, നോൺ പാരാമെട്രിക് ടെക്നിക്സ് തുടങ്ങിയ കാര്യങ്ങൾ, റിസർച്ച് എത്തിക്സ് അതുണ്ടായിരുന്നു. ദെൻ വാലിഡിറ്റി സാമ്പിളിങ്ങിന്റെ ടേബിൾ, ഡിഫറൻസ് ടേബിൾ, ലോജിക്കൽ റീസണിങ്, ഇന്ത്യൻ ആൻഡ് ഫോർമൽ ലോജിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ ചോദ്യ പേപ്പറിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ പ്രമാണാസ്, മീൻസ് ഓഫ് നോളജ്, ഇന്ത്യൻ ലോജിക്കിൽ നിന്ന്. പിന്നീട് സ്കൂൾ വൈസ് അക്സെപ്റ്റൻസ്, ന്യായ സംഹിതകൾ, അത്തരം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ ഫാലസീസ്, നോർമൽ ഫാലസീസ്, ഫോർമൽ ഫാലസീസ്, സ്ക്വയർ ഓഫ് ഒപ്പോസിഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ദെൻ ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ നിന്നുള്ള ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഒരു മോഡറേറ്റ്, ഈസി ടു മോഡറേറ്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ തന്നെ. നമുക്ക് അധികം സമയം കളയുകയോ ഉദ്യോഗാർത്ഥികളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ദെൻ പെർസെൻറ്റേജ്, ആവറേജ്, റേഷ്യോ, അത്തരം കാര്യങ്ങളുണ്ടായിരുന്നു. മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ നിന്നും ആപ്റ്റിറ്റ്യൂഡിൽ നിന്നുമുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. ആവറേജ്, സ്പോർട്സ് പേഴ്സണ് ഈ പറഞ്ഞ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട റൺസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആവറേജ് എടുക്കുക, അത്തരം ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആവറേജിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇൻകം എക്സ്പെൻഡിച്ചർ റേഷ്യോ ഉണ്ടായിരുന്നു. ദെൻ ICTയിൽ നിന്ന് പറഞ്ഞ റാം വോളറ്റൈൽ ആണ്, റോം നോൺ വോളറ്റൈൽ ആണ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അബ്രിവേഷൻസ്, USB-യുടെ യൂണിവേഴ്സൽ സീരിയൽ ബസ് അബ്രിവേഷൻസ് ചോദിച്ചിട്ടുണ്ടായി. USB-യുടെ അബ്രിവേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അബ്രിവേഷൻസ് നോക്കിക്കൊണ്ട് പോകുക. ഇനി അത് റിപ്പീറ്റ് ചെയ്യാനുള്ള അടുത്ത പരീക്ഷകളത്തെ ഷിഫ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ജാവയും സിയും ഒക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് എന്നുള്ള നിലയിലുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. മെമ്മറി ഹയറാർക്കി നമ്മൾ സ്ഥിരം പഠിക്കുന്നതാണ്. CPU-ന്റെ രജിസ്റ്റർ ആണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ്. ദെൻ ക്യാഷെ മെമ്മറി, പിന്നീട് റാം, ഹാർഡ് ഡിസ്ക്, അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ തമ്മിലുള്ള ഡിഫറൻസ്, അതിനെ അടിസ്ഥാനമാക്കിയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നീട് ഫയൽ എക്സ്റ്റൻഷൻസ്, കോമൺ ഫയൽ എക്സ്റ്റൻഷൻ, DOCX, .pdf, ഇമേജിന്റെ JPG, അത്തരം കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കിക്കൊണ്ട് പോവുക ICTയിൽ നിന്ന്. ദെൻ ക്ലൈമറ്റ് ചേഞ്ച്, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പൊല്യൂട്ടൻസ്, ഡിസീസ്, വാട്ടർ ബോൺ ഡിസീസുകൾ, എയർ പൊല്യൂട്ടൻസ്, അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ NEP 2020 നിന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ തവണത്തെ ഷിഫ്റ്റിലും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചു. അത് വിടരുത്, അത് കറക്റ്റായിട്ട് പഠിക്കുക. റെഗുലേറ്ററി ബോഡീസ്, HECI, GEC തുടങ്ങിയ NAC തുടങ്ങിയ കാര്യങ്ങളുണ്ടായിരുന്നു. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്, ABC, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദെൻ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതും ചോദ്യ പേപ്പറിലുണ്ടായിരുന്നു. ദെൻ ഈ പറഞ്ഞ പാസേജ് തീം, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിരുന്നു. പക്ഷേ എല്ലാ ഭാഗത്തു നിന്നുള്ള നമ്മുടെ പേപ്പർ 1ന്റെ യൂണിറ്റുകൾ നോക്കിയാൽ എല്ലാ ഭാഗത്തും ടച്ച് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അത്യാവശ്യം, അതായത് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നെങ്കിലും സമയം എടുക്കുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി നമ്മൾ ആൻസർ ചെയ്യേണ്ട തരത്തിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് പ്രിപ്പയർഡ് ആയിട്ട് പോവുക. അപ്പോൾ അടുത്ത ദിവസങ്ങളിലെ ഷിഫ്റ്റുകളിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പേപ്പർ 1 ഈ കാര്യങ്ങളൂടെ മനസ്സിൽ വെക്കുക. എന്തും എക്സ്പെക്ട് ചെയ്യുക. ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ വന്നേക്കാം. അങ്ങനെ എല്ലാം ഈസി ആയിരിക്കും എന്ന് കരുതി പോകരുത്. എന്തും എക്സ്പെക്ട് ചെയ്യാനുള്ള, എന്തും നേരിടാനുള്ള ആ ഒരു കരുത്തുമായിട്ട് പരീക്ഷകളിലേക്ക് പോവുക. ഇനിയുള്ള പരീക്ഷകൾക്കും എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.